ശരിയാണ്. എനിക്കും സമാനമായ അഭിപ്രായമാണുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ബ്രിട്ടാസിന് കൈയടിക്കണം ഇതിൽ. അത് വെറും ഒരു പരാമർശമായി അദ്ദേഹം അതിനെ ഒതുക്കിക്കളഞ്ഞില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു കാര്യം ഉന്നയിക്കുമ്പോൾ രാഷ്ട്രീയമായി വിയോജിപ്പുള്ളയാൾ ഇങ്ങനെയൊക്കെ വിമർശിച്ചേക്കാം, അത് ആ നിലക്ക് അതിനെ കാണാം എന്ന നിലക്ക് അതിനെ ഒതുക്കിക്കളഞ്ഞില്ല. അദ്ദേഹം ഇതൊരു കാര്യമായി ഈ പറഞ്ഞ പോലെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന രാജ്യസഭയിൽ തന്നെ സഭയിൽ തന്നെ ഈ കാര്യം ഉന്നയിച്ചു എന്നുള്ളത് വലിയ കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാണ്. ഇതൊക്കെ തിരുത്തണം, അവിടെ വെച്ച് തന്നെ തിരുത്തണം. അല്ലാതെ പുറത്ത് എവിടെയെങ്കിലും എത്തിയ ആളുകൾ ഇങ്ങനെ പറഞ്ഞും തിരിഞ്ഞും മാത്രം ചില ആളുകൾക്ക് മനസ്സിലാവുകയും ചില ആളുകൾ അത് പോട്ടെ എന്ന് വിചാരിച്ച് നിരാകരിക്കുകയും ചെയ്യേണ്ടതല്ല. ഇതിങ്ങനെ വിഷയമായി തന്നെ വരണം, ഇത് കേൾക്കണം, ഇതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുകയും വേണമെന്നുള്ളതാണ്. പിന്നെ BJP-യുടെ ഭാഗമായിട്ടുള്ള ഒരു അംഗം, ഇന്ന് പല BJP-കാരും ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, BJP-യുടെ ഭാഗമായിട്ടുള്ള ഒരു അംഗം ഈ രീതിയിൽ ആലോചിക്കുകയും ആ രീതിയിൽ ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിൽ എനിക്കൊരു അത്ഭുതവും തോന്നി. ഏതെങ്കിലും കാലത്ത് ഇവർ ഇപ്പം ഞാൻ നേരത്തെ സനീഷേട്ടൻ പറഞ്ഞ പോലെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന തന്നെ, നമ്മുടെ സ്വത്വം അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ. നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതും അതേ സാരാംശം തന്നെയാണ്. ആ വൈവിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ആ നിലക്കൊരു ഭരണ സംവിധാനത്തെ ഇവർ ചലിപ്പിച്ചതായി എൻ്റെ അറിവിലില്ല, ഈ പ്രായത്തിനിടയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി സുഷ്മിത ദേവിൻ്റെ കാര്യം, അവർ തൃണമൂലിൽ നിന്ന് BJP-യിലേക്ക് കൂറുമാറിയതാണ്, ഇങ്ങോട്ട് വന്നതാണ്. കോൺഗ്രസ് തൃണമൂലിലേക്ക് വന്നു, തൃണമൂലിലേക്ക് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാനം തൃണമൂലിൽ നിന്നാണ് BJP-യിലേക്ക് വന്നത് അവിടെ. തീർച്ചയായും. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, അങ്ങനെ BJP-യിലേക്ക് വരുമ്പോൾ ചില മൂല്യങ്ങൾ പുറത്ത് വെച്ചിട്ട് വേണം അകത്ത് കയറാൻ എന്നുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ ചില മൂല്യങ്ങൾ അത് പ്രത്യേകിച്ച് ഭരണഘടന അവിടെ വെച്ചേക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇത്ര വൈവിധ്യം വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ്. നമുക്ക് ചില കാര്യങ്ങളുണ്ട് ഇവിടെ ചെയ്യാൻ, അത് മാത്രമേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. സമയപരിമിതി ഉണ്ട്, എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. എന്തായാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴത്തെ രാജ്യം പലവിധ പ്രതിഷേധങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ രാഹുൽ ഗാന്ധി ആണെങ്കിലും മറ്റു പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും കാണുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലൊരു കാര്യമുണ്ട് സനീഷേട്ടാ, നിങ്ങളത് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഭരണഘടനയാണ്, ആ കൈപ്പുസ്തകമാണ് ഉള്ളത്. അത് ഇന്ന് ബ്രിട്ടാസ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ മണ്ണ്, ഭാഷ, സംസ്കാരം, വസ്ത്രം, രുചികൾ, ഇതിലൊക്കെ ഞാൻ അഭിമാനം കൊള്ളുന്നു. നാനാത്വത്തിൽ ഏകത്വം, ഈ വൈവിധ്യമാണ് നമ്മുടെ ഭരണഘടന എന്നെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത് ചെവിക്കൊള്ളാനേ പോകുന്നില്ല ഇവരത്. അത് അവരുടെ ചെവിയിലേക്ക് കയറുകയില്ല. ഇക്കാര്യങ്ങൾ നമ്മളിങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് മനസ്സിലാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും കാലത്ത് ഇതിൽ ഏതെങ്കിലും പറഞ്ഞൊരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്തെ പല പ്രൊട്ടസ്റ്റുകളും ഉണ്ടാവില്ല. ഞാൻ പറയാം, പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഇവിടെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാവില്ല, FCRA ഇതുപോലെ രീതിയിൽ എതിർക്കപ്പെടില്ല, വഖഫിൽ ഈ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഇവിടെ ഉണ്ടാവില്ല. കാരണം പലരുടെയും അവകാശങ്ങൾ കവരാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നിരന്തരം ഈ പ്രതിപക്ഷ ശബ്ദം ഇതുപോലെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ ഇവിടെ? എന്താണ് അവരുടെ നന്മയ്ക്കും അവരുടെ ക്ഷേമത്തിനും വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഇവിടെയുള്ളവർ ഒരുപോലെ കാണുന്നു. ഇവിടുത്തെ ഭരണാധികാരി സകലം ന്യൂനപക്ഷങ്ങളായിക്കോട്ടെ ഭൂരിപക്ഷം ആയിക്കോട്ടെ എല്ലാവർക്കും, മതന്യൂനപക്ഷമായിക്കോട്ടെ ആർക്ക് എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ട്. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഇവിടെ വിമർശനങ്ങളില്ലല്ലോ. എല്ലാവരും നമ്മളതിനെ പിന്തുണയ്ക്കുകയാണ്. ആര് നന്നായി ഇവരെ സേവിക്കുന്നു എന്നത് നോക്കിയായിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുക, അല്ലാതെ ഇതിനല്ലായിരിക്കും വോട്ട് ചെയ്യുക. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരില്ല. അവർ പകരം ഈ വൈവിധ്യങ്ങൾ BJP ഉപയോഗിക്കുന്നത്, RSS ഉപയോഗിക്കുന്നത്, സംഘപരിവാർ കക്ഷികളൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാ? പരിഹസിക്കാനാണ്. ചില കാര്യങ്ങൾ പറഞ്ഞ് പരിഹസിക്കുകയും അവരുടെ പ്രതിരോധങ്ങളെ, അവരുടെ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അടിച്ചിരുത്താനും അടിച്ചമർത്താനും വേണ്ടിയിട്ടാണ് ഈ വൈവിധ്യങ്ങളിലുള്ള ചില പോയിന്റുകൾ. അതിലൊന്നാണ് ഈ വസ്ത്രം. ബീഫിൻ്റെ പേരിൽ ഇവിടെ മനുഷ്യരെ കൊല്ലുകയും ജയിലിലടക്കപ്പെടുകയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ട്, ഒരു പശുവിനെ കാറടിച്ചു. ആ ഡോക്ടറെ ഇന്നാണത്, ആ ഡോക്ടറെ ഒരു ആൾക്കൂട്ടം കിടന്ന് കൈകാര്യം ചെയ്യുകയാണ് അവിടെ. അയാൾക്ക് പരിക്കുകൾ പറ്റി, അയാളുടെ കാറൊക്കെ ഈ ലെവലിൽ പൊക്കിയാണ് മനുഷ്യന്മാർ ചേർന്ന്. ഇതാണ് നമ്മുടെ നാട്. ഭക്ഷണത്തിൻ്റെ പേരിലുണ്ടായതാണ്. ഈ വൈവിധ്യം ഉൾക്കൊള്ളുന്നവരാണ് ഇത് ചെയ്യുമോ എന്നുള്ളതാണ്. അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അത് വീണ്ടും സഭയിൽ തന്നെ ഇദ്ദേഹം ഈ കാര്യം ഉയർത്തിക്കാട്ടിയത് എന്നുള്ളത്. ഈ ലുങ്കിയാണോ പ്രശ്നം എന്നുള്ളത് ചോദിക്കുന്നവരോട് പറയണം, ഈ ലുങ്കിയും പ്രശ്നമാണ്. ഇവിടെ ഉള്ളവർക്ക് ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു MP അവിടെ ഇരുന്നിട്ട് ഇത് പറയാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് ബ്രിട്ടാസിന് കൈയടിക്കുന്നു എന്നാണ് എനിക്കും പറയാനുള്ളത്.